ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് മല്ലിയിലയും കൂടെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് കൊടുക്കാമേ. എന്നിട്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനിതാണ് നമ്മുടെ കലാപരിപാടിയിലൂടെ നമ്മൾ കിടക്കുന്നത്. നമുക്ക് വേണമെന്നുള്ള നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇങ്ങനെ ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതിനെ റെഡിയാക്കി എടുക്കാം. നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ല നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ കയ്യിൽ അച്ച് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഷേപ്പിന് നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ, ഉരുട്ടാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ ഷേപ്പാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കൺസിസ്റ്റൻസിയിലാവും ഈ മാവല്ല ഈ സാധനങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ഞങ്ങളിതാ ഇവിടെ ഒരു ബോൾസ് ആയിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ബോളിൻ്റെ ഷേപ്പിൽ, റൗണ്ട് ഷേപ്പിലാണ് ഞങ്ങൾ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അങ്ങനെ നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഞങ്ങൾ ഉരുട്ടി ഞങ്ങൾക്കൊരു പാത്രം നിറച്ച് ഉരുളകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ഉരുളകളെല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതോടെ എടുത്ത് കഴിക്കാൻ തോന്നി. പിന്നെ ഞങ്ങൾ വെച്ച് വേണ്ട, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകളെല്ലാം കൂടെ എന്ത് ചെയ്തു, ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ. ഇനി ഇതാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നല്ല തിളച്ച എണ്ണയിലോട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട്, ഇത് ഞങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ വയ്യായിരുന്നു, കഴിച്ചോളാൻ വയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ വെച്ച് വേണ്ട, ലാസ്റ്റ് കഴിക്കാം എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നേ. അങ്ങനെ നമ്മുടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നല്ലതുപോലെ ഫ്രൈ ചെയ്യണം കേട്ടോ, ഷാലോ ഫ്രൈ അല്ല, അത്യാവശ്യം എണ്ണ ഇത് മുങ്ങുന്ന രീതിയിൽ എണ്ണ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ. നല്ല ബ്രൗൺ കളർ, നല്ല ഗോൾഡ് കളറാവും കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് റെഡിയായി വരുമ്പോൾ നല്ല മണവുമായിരുന്നേ. ആ ചിക്കൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ മണവും ഭയങ്കരമായിരുന്നേ. ഇതാണ്ടാ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു കട്ട്ലറ്റ് പരത്തി വെച്ചാൽ കട്ട്ലറ്റ്, ഉരുട്ടി വെച്ചാൽ ഈ ബോൾസ്, അത്രയേ ഉള്ളൂ വ്യത്യാസമെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഇത്രയും സാധനങ്ങളും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതാണ് ഫൈനൽ ലുക്ക്. ഉണ്ണിയപ്പം കണക്ക് തോന്നും, പക്ഷേ ഉണ്ണിയപ്പമല്ല, ഇതാണ് ചിക്കൻ ബോൾസ്, ചിക്കൻ പൊട്ടറ്റോ ബോൾസ്. അപ്പോൾ ഈ കണ്ണുരുട്ടി കാണിക്കുന്നത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു ഇതാണ്. എണ്ണി പിരിച്ചിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ എടുക്കുന്നത്. ടേസ്റ്റ് ചെയ്യാൻ എടുത്തിട്ട് അതിനെ മാറ്റിയിട്ട് വേറൊരെണ്ണം എടുത്തു, വലുത് നോക്കി എടുക്കുകയാണേ. അങ്ങനെ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യുകയാണ്. ടേസ്റ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റ്. ഇതൊക്കെ സാധാരണ ഈ സാധനങ്ങളൊക്കെ ചേരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണല്ലോ, ആ ഒരു ടേസ്റ്റ് സെയിം ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റ്. മമ്മിക്ക് ഞങ്ങൾ ഒരു 100 ഉമ്മ കൊടുത്തു, കാരണം മമ്മി ഇത് ഉണ്ടാക്കി തന്നേന്. മമ്മിയാണ് പറഞ്ഞു ഇങ്ങനെ ഉണ്ടാക്കി തരാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ സാധനം എന്തായാലും ഉണ്ടാക്കി നോക്കുക.